അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 22 തിങ്കളാഴ്ച. അമൃത് കാലത്തെ സുപ്രധാന ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്നാമതും അധികാരത്തിലേറിയതിനു ശേഷമുള്ള മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെയാണ് അവതരിപ്പിക്കുക. മൂന്നാമതും ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചുവെന്നും ജനകീയ ബജറ്റായിരിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ബജറ്റ് സമ്മേളനം സുഗമമായി കൊണ്ടുപോകാൻ എല്ലാ ജനപ്രതിനിധികളും സഹകരിക്കണമെന്നും വിദ്വേഷം മാറ്റിവെച്ച് പ്രതിപക്ഷം സഹകരിക്കണമെന്നും പഴയകാല വൈരാഗ്യങ്ങൾ മറക്കണമെന്നും രാജ്യത്തിന്റെ വികസനം കൂട്ടുത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യം നടപ്പ് സാമ്പത്തിക വർഷം 6.5-നും 7% ഇടയിൽ GDP വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. നാളെ അവതരിപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2022-23 7%, 2023-24 8.2% വളർച്ച നേടിയിരുന്നു. ഇന്ത്യ നടപ്പുവർഷം 7.2% വളരുമെന്നാണ് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യ 7% വളരുമെന്ന് അടുത്തിടെ IMFും ADBയും വിലയിരുത്തിയിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ലോക്സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. എന്നാൽ പട്നയിൽ മാത്രമേ നീറ്റ് പരീക്ഷാ ക്രമക്കേട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ക്രമക്കേടിൽ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നീറ്റ് പരീക്ഷയ്ക്കെതിരായ ആക്ഷേപങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിനിടെ പരീക്ഷാ പേപ്പർ ചോർന്നതായി ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരം തകർത്തത് കോൺഗ്രസ് ആണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം തട്ടിപ്പിലേക്ക് മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പണമുള്ളവനെ പരീക്ഷ ജയിക്കാമെന്ന സ്ഥിതിയായിരിക്കുന്നുവെന്നും രാഹുൽ വിമർശിച്ചു. JPC അന്വേഷണം വേണമെന്നും NTA വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നും വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാണെന്നും NK പ്രേമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാർ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് അഖിലേഷ് യാദവും നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് DMKയും ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച മരിച്ച കുട്ടിയുടെ വിശദമായ പുതിയ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. പുതിയ റൂട്ട് മാപ്പിൽ പ്രതിപാദിച്ച സ്ഥലങ്ങളിലും സമയങ്ങളിലും ഉണ്ടായിരുന്നവർ ആരോഗ്യവകുപ്പിന്റെ നിപ്പ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന്റെ ജൂലൈ 11 മുതൽ ജൂലൈ 19 വരെയുള്ള വിശദമായ റൂട്ട് മാപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയത്. നിപ്പ വൈറസ് ബാധയെ തുടർന്ന് 14-കാരൻ മരിച്ച സാഹചര്യത്തിൽ ഇന്ന് 13 പേരുടെ സാമ്പിളുകൾ പരിശോധിക്കും. 9 പേരുടേത് കോഴിക്കോടും 4 പേരുടേത് തിരുവനന്തപുരത്തുമാണ് പരിശോധിക്കുക. മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ 350 പേരാണുള്ളത്. ഹൈറിസ്ക് പട്ടികയിൽ 101 പേരുണ്ട്. 68 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് ബാധ സജീവമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഗണിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് വിദഗ്ധ സംഘത്തെ അയച്ച് സ്ഥിതിഗതികൾ പരിശോധിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഹൈബി ഈഡൻ MP പാർലമെന്റിൽ അടിയന്തര പ്രമേയം ഉയർത്തി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കാര്യങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഈ സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് തദ്ദേശ മന്ത്രി MP രാജേഷ് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ സർക്കാരിന് വൻ വീഴ്ച വന്നതായി VD സതീശൻ വ്യക്തമാക്കി. ഹരിത കർമ്മസേനയോട് ഒരു വിരോധവുമില്ലെന്നും സേവനങ്ങൾക്ക് യൂസർ ഫീ നിർബന്ധമാക്കിയ സർക്കാരിന്റെ നടപടി തെറ്റാണെന്നും സതീശൻ പറഞ്ഞു. വിവാദങ്ങളിലേക്ക് ഹരിത കർമ്മസേനയെ വലിച്ചിടുന്നത് കുശാഗ്ര ബുദ്ധിയാണെന്നും മറുപടി പറയാൻ കാണിക്കുന്ന ബുദ്ധി സ്വന്തം വകുപ്പിനെ നന്നാക്കാൻ വിനിയോഗിക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് സൈന്യം.
റോഡിലെ റഡാർ പരിശോധനയിൽ 2ഇടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചുവെന്നാണ് പുതിയ വിവരം. സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിലെ മണ്ണ് നീക്കി പരിശോധന നടത്തുകയാണ്. അർജുന് വേണ്ടി ഇന്ന് 7ാം ദിവസമാണ് തെരച്ചിൽ തുടരുന്നത്. മലയാളിയായ അർജുനായുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് സുപ്രീം കോടതി. വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വിഷയമാണെന്നും ഗൗരവകരമായ വിഷയമാണെന്നും ഹർജിക്കാർ കോടതിയിൽ വാദിച്ചു. എന്നാൽ ഹർജിയിൽ ഇടപെടുന്നില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. എറണാകുളം പിറവത്ത് അതിഥി തൊഴിലാളി പട്ടിക്കൂട്ടിൽ താമസിക്കുന്നെന്ന സംഭവം വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ലേബർ കമ്മീഷണർക്ക് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. പശ്ചിമബംഗാൾ സ്വദേശിയായ ശ്യാം സുന്ദർ പട്ടിക്കൂട്ടിൽ 500 രൂപ മാസവാടകയ്ക്ക് താമസിക്കുന്നുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാനുള്ള തീരുമാനം വീണ്ടും പരാജയപ്പെട്ടു. കോതമംഗലം പുളിന്താനം സെയിന്റ് ജോൺസ് ബെസ്ഫാഗെ പള്ളിയിലും എറണാകുളം മഴുവന്നൂർ സെയിന്റ് തോമസ് യാക്കോബായ പള്ളിയിലുമായിരുന്നു പോലീസിന്റെ ശ്രമം. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കം നിലനിൽക്കുന്ന സെയിന്റ് ജോൺസ് ബെസ്ഫാഗ പള്ളിയിൽ ഇത് 8ാം തവണയാണ് വിധി നടപ്പാക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. അതോടൊപ്പം എറണാകുളം മഴുവന്നൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള നീക്കവും പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഉപേക്ഷിച്ചു. എന്നാൽ വിധി നടപ്പിലാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. വിശദമായ റിപ്പോർട്ട് പോലീസ് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. തിരുവനന്തപുരം അയിരൂരിൽ ലൈൻമാനെതിരെ പരാതി നൽകിയതിന് കുടുംബത്തെ ഇരുട്ടിലാക്കിയെന്ന പരാതിയിന്മേൽ നടപടി. സംഭവത്തിൽ KSEB വിജിലൻസ് അന്വേഷണത്തിന് ബിജു പ്രഭാകർ ഉത്തരവിട്ടു. വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും ബിജു പ്രഭാകർ വ്യക്തമാക്കി. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇന്നലെ രാത്രി KSEB ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരുന്നു. മാലിന്യം വലിച്ചെറിയാൻ നടത്തിയ ശ്രമങ്ങൾ സ്പെഷ്യൽ നൈറ്റ് സ്ക്വാഡിന്റെ ഇടപെടലിൽ കണ്ടെത്തി തടഞ്ഞുവെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. അനധികൃതമായി മാലിന്യം ശേഖരിച്ചതിനടക്കം ഉപയോഗിച്ച വാഹനങ്ങൾ പിടിച്ചെടുത്ത് പോലീസിന് കൈമാറുകയും പിഴ ചുമത്തുകയും ചെയ്തു. സ്പെഷ്യൽ നൈറ്റ് സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്നും മേയർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട ആശങ്ക ഒഴിയുന്നുവെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ആലപ്പുഴ, കോട്ടയം, വൈക്കം, അടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പക്ഷികൾ ചത്തൊടുങ്ങുന്ന സംഭവം ഇല്ലാത്തത് ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ 2025 മാർച്ച് വരെ പക്ഷി വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശ നിലവിലെ സാഹചര്യത്തിൽ നടപ്പാക്കേണ്ടി വരില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കുത്തിവെപ്പെടുത്തതിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA വ്യക്തമാക്കി. അപൂർവമായി സംഭവിക്കുന്ന മരുന്നിനോടുള്ള പ്രതിപ്രവർത്തനം മൂലമുണ്ടായ അനാഫിലാറ്റിക് ഷോക്ക് ആണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ വിഷയത്തിൽ കൃത്യമായ മരണകാരണം കണ്ടുപിടിക്കുന്നതിനുള്ള അന്വേഷണത്തിന് പകരം വൈകാരിക പ്രതികരണങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ അന്യായമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങുന്ന പക്ഷം ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്ന് KGMOA മുന്നറിയിപ്പ് നൽകി. ഇതിലും നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും, പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാനുള്ള വിലക്ക് നീക്കിയ നടപടി സ്വാഗതം ചെയ്ത് RSS. വിലക്ക് നീക്കിയത് രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും രാഷ്ട്രീയ താൽപര്യങ്ങളോടെയായിരുന്നു വിലക്ക് എന്നും RSS പ്രസ്താവനയിൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാനുള്ള വിലക്ക് നീക്കിയതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. 1966 ഉത്തരവാണ് ഈ മാസം 9 കേന്ദ്ര സർക്കാർ പിൻവലിച്ചതെന്നും പ്രധാനമന്ത്രിക്കും RSSനും ഇടയിലെ ബന്ധം വഷളായതിനെ തുടർന്നാണ് നീക്കമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. എന്നാൽ ജനാധിപത്യ വിരുദ്ധ ഉത്തരവ് തിരുത്തിയതാണെന്നും അനാവശ്യ നടപടിയാണ് 1966 ഉണ്ടായതെന്നും BJP പ്രതികരിച്ചു. IT ഉദ്യോഗസ്ഥർക്ക് 14 മണിക്കൂർ ജോലി നിർദ്ദേശം മുന്നോട്ട് വെച്ചതിനെതിരെ ബാംഗ്ലൂരിലെ IT എംപ്ലോയീസ് യൂണിയൻ നിർദ്ദേശം അംഗീകരിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സിദ്ധരാമയ്യ സർക്കാരിനോട് KATU ആവശ്യപ്പെട്ടു. ദിവസം 14 മണിക്കൂർ, ആഴ്ചയിൽ 70 മണിക്കൂർ എന്നിങ്ങനെ ജോലി സമയം ക്രമീകരിക്കാനുള്ള നിർദ്ദേശമാണ് കർണാടക സർക്കാരിന്റെ മുൻപിലുള്ളതെന്നാണ് റിപ്പോർട്ട്. കൻവർ യാത്രാവഴിയിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു.
താൽക്കാലികമായാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. ഉത്തരവിനെതിരായ ഹർജികളിൽ UP, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. എന്നാൽ ഏതുതരം ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നതെന്ന് ഹോട്ടലുകളിൽ പ്രദർശിപ്പിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അനന്ത് അംബാനിക്കും രാധിക മർച്ചന്റിനും ലഭിച്ച വിവാഹ സമ്മാനങ്ങൾ ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാൻ 40 കോടി രൂപ വില വരുന്ന ഫ്രാൻസിലുള്ള ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റാണ് നൽകിയിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ കുടുംബം 30 കോടി രൂപ വില വരുന്ന ഒരു വജ്ര നെക്ലേസും, സൽമാൻ ഖാൻ 15 കോടി രൂപയുടെ സ്പോർട്സ് ബൈക്കും, രൺവീർ സിംഗും ദീപിക പദുകോണും ചേർന്ന് 20 കോടി രൂപ വില വരുന്ന റോൾസ് റോയ്സ് കാറും സമ്മാനിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം സമ്മാനങ്ങളുടെ ലിസ്റ്റിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രമാണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായ ലിയാൻഡർ പേസും വിജയ് അമൃതരാജും ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ. ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളാണ് പേസും അമൃതരാജും. 8 ഗ്രാൻഡ്സ്ലാം ഡബിൾസ് കിരീടങ്ങളും 12 മിക്സഡ് ഡബിൾസ് കിരീടങ്ങളും നേടിയിട്ടുള്ള ലിയാൻഡർ പേസ് ഡബിൾസിൽ ലോക 1-ാം നമ്പറായിരുന്നു. ഇന്ത്യയുടെ മുൻ ഡേവിസ് കപ്പ് ക്യാപ്റ്റനും ലോക റാങ്കിങ്ങിൽ 18-ാം സ്ഥാനം വരെ എത്തിയിരുന്ന വിജയ് അമൃതരാജിനെ ടെന്നീസിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് കോൺട്രിബ്യൂട്ടർ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.